ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ ഏജ് റിലാക്സേഷൻ പ്രകാരം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സാധാരണയായി പി എസ് സി 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്നീ കാറ്റഗറികളിലേക്കാണ് പ്രധാനമായും നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്നത്. 2026 പി എസ് സി വിളിക്കാൻ പോകുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷൻസ് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ ആദ്യത്തേത് വേരിയസ് LDC ആണ്. ജില്ലാതലത്തിൽ നടക്കുന്ന എക്സാമാണ് LDC. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണിത്. LDC അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. എന്നാൽ ഡിഗ്രി ഉള്ളവർക്കും വേരിയസ് LDC അപ്ലൈ ചെയ്യാവുന്നതാണ്. 2026 ഒക്ടോബർ നവംബർ മാസത്തോടെയാണ് LDC നോട്ടിഫിക്കേഷൻ വരുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റൻറ്റ്. 10th ക്വാളിഫിക്കേഷൻ വരുന്ന ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും 2026 അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ കേരള ബാങ്ക് OA വരാനുണ്ട്. 2026 അവസാനത്തോടെ അതിൻ്റെ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. പിന്നീടുള്ളത് വേരിയസ് LGS ആണ്. വേരിയസ് LGSൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് പാസ്സാണ്. ഈ പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ശ്രമിച്ചാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് വേരിയസ് LGS. ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് +2 ലെവൽ എക്സാംസ് ആണ്. +2 ലെവൽ എക്സാംസ് ഏതൊക്കെയാണ് വരാനുള്ളത്? CPO ഉണ്ട്, WCPO ഉണ്ട്, ഫയർമാൻ ഉണ്ട്, ഫയർ വുമൺ ഉണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് തുടങ്ങിയ പരീക്ഷകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും. അതുപോലെ ഫോഴ്സ് പരീക്ഷകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരും എന്നതാണ്. പിന്നെ +2 ലെവൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ടീച്ചിങ് പോസ്റ്റിലേക്കാണെങ്കിൽ ഈ വർഷം വരാനുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് LP സ്കൂൾ ടീച്ചറും UP സ്കൂൾ ടീച്ചറും. അതും ഈ വർഷം 2026 ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരാനുള്ളത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. LSGS ഉണ്ട്, സബ് ഇൻസ്പെക്ടർ എന്നീ നോട്ടിഫിക്കേഷനൊക്കെ 2026 അവസാനത്തോടെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളാണ്. 2025 അവസാനത്തോടെ പ്രധാനപ്പെട്ട ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പം 2026 നമ്മൾ പ്രധാനമായിട്ടും ആ നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ എക്സാംസ് ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. 2026 നിരവധി എക്സാമാണ് നടക്കാൻ പോകുന്നത്. 10th ലെവലാണെങ്കിൽ VFA ഉണ്ട്, BEVCO LD ഉണ്ട്, അതേപോലെ കമ്പനി ബോർഡ് LGS തുടങ്ങി ഒരുപാട് എക്സാംസ് നമുക്ക് മുന്നിലുണ്ട്. ഇനി ഡിഗ്രി ലെവൽ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ 2025 നല്ല നല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞു. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് തുടങ്ങി ഒരുപാട് എക്സാംസാണ് 2026 നടക്കാൻ പോകുന്നത്. PSCയുടെ ഏജ് റിലാക്സേഷൻ പ്രോസസ്സ് നമ്മുടെ കൈകളിലെത്താൻ കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 2025 എക്സാംസൊക്കെ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോയി. എന്നാലും സാരമില്ല, ഒരു ചാൻസ് ഇല്ലാത്തടത്തു നിന്നാണ് നമുക്ക് ഒരു 4 വർഷം കൂടി PSC അനുവദിച്ച് തന്നത്. അപ്പം ആ ഒരു അവസരം എല്ലാവരും നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മൾ PSCയുടെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ഉയർത്തിയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ജനറൽ കാറ്റഗറിക്ക് അത് 36 വയസ്സ് എന്നുള്ളത് 40 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. OBCക്കാണെങ്കിൽ 39 വയസ്സ് എന്നുള്ളത് എത്രയാക്കി? 43 വയസ്സായും. SC/ST കാറ്റഗറിക്കാണെങ്കിൽ 41 വയസ്സ് എന്നുള്ളത് 45 വയസ്സുമായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഇനി വരുന്ന പുതിയ നോട്ടിഫിക്കേഷനിലാണ് ഉയർന്ന പ്രായപരിധി ആപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രായപരിധി അനുസരിച്ചിട്ട് ജനറൽ വിഭാഗത്തിന് 2/1/1986 ജനിച്ചവർക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനറൽ വിഭാഗത്തിന് 2/1/1986 ജനിച്ചവർക്കും അതിനുശേഷം ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. OBC കാറ്റഗറിക്കാണെങ്കിൽ 2/1/1983 ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ആ ഡേറ്റും അതിന് ശേഷം ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST കാറ്റഗറിക്കാണെങ്കിൽ 2/1/1981 ജനിച്ചവർക്കും
അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന PSC ഗവൺമെൻറ് ഓർഡർ വന്നതിന് ശേഷം PSC വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസിനാണ് ഈ ഏജ് ലിമിറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. PSCയുടെ ഏജ് ലിമിറ്റ് പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ വന്ന നോട്ടിഫിക്കേഷനിലൊക്കെ ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സായിരുന്നു. അതായത് 2/1/1990 1/1/2008 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അതാണ് ഇപ്പോൾ മാറിയിട്ട് ജനറൽ വിഭാഗത്തിന് 2/1/1986 ജനിച്ചവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും. OBCക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2/1/1987 ശേഷം ജനിച്ചവർക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അതിപ്പം പുതിയ നിയമപ്രകാരം OBC കാറ്റഗറിക്ക് 2/1/1983 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 41 വയസ്സ് വരെയായിരുന്നു ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അതായത് 2/1/1985 ശേഷം ജനിച്ചവർക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അത് പുതിയ ഓർഡർ പ്രകാരം 2/1/1981 ശേഷം ജനിച്ചവർക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2025 ഡിസംബർ അവസാനത്തോടെ വന്ന മെഗാ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയവർ, ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയവരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ എക്സാമിന് അപ്ലൈ ചെയ്തവർ നന്നായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻസൊക്കെ ഇനി രണ്ടാമത് വരണമെങ്കിൽ 3 വർഷം എന്തായാലും കഴിയും. അപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഈ വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാം. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. വെറുതെ നിങ്ങളെ വർഷം നഷ്ടപ്പെടുത്തരുത്. അതുപോലെ ഏജ് റിലാക്സേഷൻ കിട്ടി വീണ്ടും ഉദ്യോഗാർത്ഥിയായവർ കഴിഞ്ഞ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാണ്ട് നമുക്ക് മുന്നിൽ തുറന്നു തന്ന പുതിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. പെട്ടെന്ന് തന്നെ സർക്കാർ സർവീസിലേക്ക് കയറാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പഠിക്കുക. ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇനി വരുന്ന 4 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷം 2 വർഷമൊക്കെ കിട്ടിയവരുണ്ട്. അപ്പോൾ ആ വർഷങ്ങളിലേക്ക് നമുക്ക് PSC പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. +1 +2 NCERT ക്ലാസ്സുകൾ വേണ്ടവർ ചാനലിലൊന്ന് കയറി നോക്കുക. ഇന്ത്യൻ ജിയോഗ്രഫി, സാമ്പത്തിക ശാസ്ത്രം, കേരള ജിയോഗ്രഫി, സയൻസ് എന്നീ വിഷയങ്ങളുടെ ക്ലാസ്സുകളാണ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് ഇന്ന് തൊട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ PYQ റിലേറ്റഡ് ഫാക്ട്സും ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അതും ആവശ്യമുള്ളവർ ചാനലൊന്ന് കയറി കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. PSC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.